നമസ്കാരം. തൃണമൂൽ കോൺഗ്രസിൽ ചേരും മുന്നേ സമാജ്വാദി പാർട്ടിയുമായി PV അൻവർ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ഉത്തർപ്രദേശിൽ നിന്നും തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം. JDSൽ നിന്നും അടുത്തിടെ SP-യിലേക്ക് എത്തിയ മലയാളി നേതാവായിരുന്നു ഇടനില നിന്നത്. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അൻവർ രാജ്യസഭയിലേക്കുള്ള തന്റെ താൽപര്യം അറിയിച്ചത്. പാർട്ടിയിൽ ചേർന്ന ശേഷമേ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നായിരുന്നു SP നേതാവിന്റെ മറുപടി. അൻവറിന്റെ കാര്യം ജനുവരി 20-ന് ചർച്ച ചെയ്യാമെന്നായിരുന്നു അഖിലേഷ് യാദവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിനു മുന്നേ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി. MP സ്ഥാനം കിട്ടിയില്ലെന്ന് ഉറപ്പായതോടെയാണിത്. സമാജ്വാദി പാർട്ടി നേതാക്കളുമായി 2 തവണയാണ് അൻവർ ചർച്ച നടത്തിയത്. ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. SP-യുടെ ദേശീയ സെക്രട്ടറിയായിരുന്ന ജോ ആന്റണിക്ക് അൻവറിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. രണ്ടാമത്തെ ചർച്ചയും വിജയമായില്ല. ജനുവരി 20-ന് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്താനും ധാരണയിലെത്തി. അതിനിടയിലായിരുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ എത്തിയത്. UP-യിലും ദേശീയ തലത്തിലും SP-യും കോൺഗ്രസുമായി വലിയ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് SP-യുമായി ചർച്ചകൾ നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തിൽ കുരുക്കിലായി PV അൻവർ എന്നും റിപ്പോർട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസുകാരെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാനാകില്ലെന്നും UDF-ൽ ഉൾപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടാണെന്നും K മുരളീധരൻ പറഞ്ഞു. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിനെതിരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മമത ചോദ്യം ചെയ്യാറുണ്ട്. അധീർ രഞ്ജൻ ചൗധരിയെ BJP-യുമായി ചേർന്ന് തോൽപ്പിച്ചവരാണവർ. കേരളത്തിൽ അവരുമായി യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസുകാർക്ക് തൃണമൂലിനെ ദഹിക്കില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തായ അൻവർ MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK-യിൽ ചേരാനായിരുന്നു ആദ്യം നീക്കം നടത്തിയത്. ഇതിനായി DMK എന്ന ചുരുക്കപ്പേരിൽ മറ്റൊരു സംഘടനയും രൂപീകരിച്ചു. DMK കൈയൊഴിഞ്ഞതോടെ മുസ്ലിം ലീഗിലും പിന്നീട് കോൺഗ്രസിലും അംഗമാകാനായി ശ്രമം. ഇതും നടക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് UDF മുന്നണിയുടെ ഭാഗമാകാനായി ചർച്ചകൾ നടത്തിയത്. തൃണമൂൽ പ്രവേശനത്തോടെ PV അൻവറിന്റെ UDF പ്രവേശനം എന്ന മോഹവും വിദൂരത്തായി. അതിനിടെ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നാൽ നിയമസഭാ അംഗത്വം നഷ്ടമാകുമെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗത്വം എടുക്കാനാവില്ല. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കേണ്ടത് നിയമസഭാ സ്പീക്കറാണെന്നും PDT ആചാരി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം താൻ തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ ഇട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ സ്പീക്കർക്ക് CPM പരാതി നൽകിയേക്കും. അൻവർ UDF-ൽ ചേരുമെന്ന തരത്തിൽ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. അൻവർ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക് ചേക്കേറിയത്. നിലമ്പൂർ DF ഓഫീസ് ആക്രമിച്ച കേസിൽ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ അറസ്റ്റിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഘട്ടത്തിൽ പിണറായിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച അൻവർ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നാണ് കരുതപ്പെട്ടത്. എന്നാൽ ഈ നീക്കം മുന്നോട്ട് പോയില്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ എതിർപ്പും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുമാണ് അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായത്. അൻവറിനെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തിയാൽ താൻ പാർട്ടി വിടുമെന്ന് പ്രമുഖ നേതാവ് നിലപാടെടുത്തുവെന്നും വിവരമുണ്ട്. അൻവർ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചിരുന്നു. അൻവറിനെ UDF-യുമായി സഹകരിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ലക്ഷ്യമിട്ട് അൻവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എത്തിയെങ്കിലും ആരും അൻവറിന് സമയം നൽകിയിരുന്നില്ല. അൻവറിനെ പിന്തുണയ്ക്കുകയല്ല, മറിച്ച് MLA അറസ്റ്റ് ചെയ്ത രീതിയോടുള്ള വിമർശനമാണ് തങ്ങൾ നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പിന്നീട് സ്വീകരിച്ച നിലപാട്.